ഒരൊറ്റ നിമിഷം. നമുക്ക് വായുവിനും അന്തരീക്ഷത്തുനിന്നും ഒന്നും എടുത്ത് തള്ളണ്ട. നമുക്ക് ചോദിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് രേഖകൾ വെച്ചുള്ള മറുപടി മതി. ഇതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? കേരളത്തിന് ബോധ്യപ്പെടാത്തൊരു പ്രശ്നം, പാർട്ടി അണികൾക്ക് ബോധ്യപ്പെടാത്ത പ്രശ്നം, മുന്നണിയിൽ ബോധ്യപ്പെടാത്ത പ്രശ്നം, താങ്കൾ ഉൾപ്പെടെ പാർട്ടിയെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് പോലും ഉത്തരം പറയാൻ കഴിയാത്ത പ്രശ്നം എന്താണ് വീണ വിജയൻ CMRL കമ്പനിക്ക് എക്സാലോജിക് എന്ന് പറയുന്ന അവരുടെ കമ്പനി കൊടുത്ത സേവനം എന്നുള്ളതാണല്ലോ. അത് വഴിയേ അറിഞ്ഞോളൂ. വീണ കൊടുത്ത എക്സാലോജിക്ക് കൊടുത്ത സേവനങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റി കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഒരുപക്ഷെ ഞാൻ രാജേഷിനെ ഒന്ന് സഹായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. CPM നേതാവ് അരുൺകുമാർ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ കൊടുത്തത് അതായത് പവർ ബിൽഡർ, MS ഓഫീസ്, ഔട്ട്ലുക്ക്, പിന്നെ വേറെന്താണ് ടാലി, ഈ 4 സോഫ്റ്റ്വെയറുകളും കൊടുത്തതിനും അതിന്റെ സർവീസ് ചാർജുമായിട്ടാണ് ഈ മാസം തോറും 1.7 ഇത്രയും കോടിക്കണക്കിന് രൂപ വാങ്ങിയത്. വളരെ ക്ലിയറായിട്ട് അരുൺകുമാർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ അകത്ത് അവിശ്വസിക്കേണ്ട കാര്യം എന്താ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് അവിശ്വസിക്കേണ്ട കാര്യം എന്താ? അപ്പൊ ചോദിച്ചേക്കാം, ഇതിനൊക്കെ ഇത്രയും വിലയുണ്ടോ? ശരിയാണ്, ഇവര് കൊടുക്കുന്ന MS ഓഫീസിന് ആ വിലയുണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന എന്റെ കയ്യിൽ വിൽക്കാനുള്ളത് ചക്കയാണ്. ഞാൻ വിൽക്കുന്ന ചക്കയ്ക്ക് 50,000 രൂപയാണ് വില. ആ വിലയ്ക്ക് സൗകര്യമുള്ള മേടിച്ചിട്ട് ആ വിലയ്ക്ക് രാഹുൽ ഈശ്വർ ആ ചക്ക മേടിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം അത്രേ ഉള്ളൂ ഇവിടെ. അത് ശ്രീ ഇടതു നിരീക്ഷകൻ ശ്രീ രാജേഷ് ചിറപ്പാട് CPM-ന്റെ ആ നിലപാട്, അതാണ് നിലപാട് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നുള്ളത്. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്.